നമസ്കാരം, ഞാൻ ഡോക്ടർ അപർണ. അമൃത ആശുപത്രി കൊച്ചിയിൽ സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റായി ജോലി ചെയ്യുന്നു. ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് കുട്ടികളിലെ വിക്ക് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. കുട്ടികൾ സംസാരിക്കാൻ പഠിക്കുന്ന പ്രായത്തിൽ ചില വാക്കുകൾ ഒന്ന് നീട്ടി പറയുകയോ ചില വാക്കുകൾ ആവർത്തിച്ചു പറയുകയോ അല്ലെങ്കിൽ ചില വാക്കുകൾ പറയാനുള്ള ഒരു തടസ്സമായിട്ടോ കാണാറുണ്ട്. ഈ താൽക്കാലിക വിക്ക് കൂടുതലായും 2 മുതൽ 5 വയസ്സ് വരെയുള്ള പ്രായത്തിലാണ് കാണാറ്. എന്നാൽ ചിലപ്പോൾ ഇത് നീണ്ടു നിൽക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ ഇതിനെ വിക്ക് എന്ന് തന്നെ പറയുന്നത്. കേരളത്തിൽ ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ വർഷങ്ങളിലായി ഇതിനു വേണ്ടി വൈദ്യസഹായം തേടുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ്. ഇതിനെ പറ്റിയുള്ള ശരിയായ അവബോധത്തിനെ സൂചിപ്പിക്കുന്നു. വിക്കിന്റെ കാരണം മനസ്സിലാക്കുക എന്നത് വളരെ പ്രധാനമാണ്. മാതാപിതാക്കളുടെ കുറ്റം കൊണ്ടോ കുട്ടിക്ക് കഴിവ് കുറവ് കൊണ്ടോ അല്ലെങ്കിൽ കുട്ടിയിൽ ബുദ്ധിപരമായ എന്തെങ്കിലും ബുദ്ധിമുട്ട് കൊണ്ടോ ഉണ്ടാകുന്നതല്ല വിക്ക്. എന്നാൽ ചില തലച്ചോറിലെ ചില വ്യത്യാസങ്ങൾ കാരണമോ ജനിതകമായ കാരണങ്ങൾ കാരണമോ ഉണ്ടാകുന്നതാണ് വിക്ക് എന്ന് പറയുന്നത്. എന്നാൽ ചുറ്റുമുള്ളവർ, അതായത് മാതാപിതാക്കൾ അല്ലെങ്കിൽ കൂട്ടുകാർ അല്ലെങ്കിൽ സഹോദരങ്ങളൊക്കെ എങ്ങനെയാണോ ഈ വിക്കിനോട് പ്രതികരിക്കുന്നത്, വളരെ നെഗറ്റീവായി പ്രതികരിക്കുകയാണെങ്കിൽ ഈ വിക്കിന്റെ സിവിയാരിറ്റി വളരെ കൂടി വരുന്നതായി കാണാറുണ്ട്. കുട്ടികൾ വിൽക്കുമ്പോൾ അവർക്ക് വിക്കിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവരുടെ ശ്രമത്തിനിടയിൽ അവർ അറിയാതെ തന്നെ ചില ബിഹേവിയേഴ്സ് കാണിക്കാറുണ്ട്. അതിനെയാണ് സെക്കൻഡറി ബിഹേവിയേഴ്സ് എന്ന് പറയുന്നത്. അതായത് കണ്ണ് അധികമായി ചിമ്മുക, കയ്യോ കാലോ അധികമായി ചുരുട്ടി പിടിക്കുക, അതല്ലെങ്കിൽ മുഖം പെട്ടെന്ന് മാറ്റിക്കളയുക, ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ മുഖത്തൊക്കെ കാണിക്കുക. ഇതാണ് സെക്കൻഡറി ബിഹേവിയേഴ്സ് എന്ന് പറയുന്നത്. ഈ ഘട്ടത്തിൽ തന്നെ മാതാപിതാക്കൾ അത് ശ്രദ്ധിക്കുകയും സ്പീച്ച് തെറപ്പിസ്റ്റിന്റെ ഉപദേശം തേടുകയും എന്നത് ഉത്തമമാണ്. ചില കുട്ടികൾക്ക് വിക്ക് സ്വാഭാവികമായി തന്നെ മാറിപ്പോകാറുണ്ട്. എന്നാൽ ചിലരിൽ ശരിയായ തെറപ്പി തന്നെ വേണ്ടി വരാറുണ്ട്. ഇതിന് കറക്റ്റായ ട്രീറ്റ്മെന്റ് സമയത്ത് എടുക്കുക എന്നതാണ് വളരെ പ്രാധാന്യം. കുട്ടി സംസാരിക്കുമ്പോൾ അവർക്ക് പറയാനായി ധാരാളം സമയം നൽകുക. അവർ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായാലും അത് നിർത്തി നിങ്ങൾ അത് അവർക്ക് വേണ്ടി പറയാതെ അവർക്ക് തന്നെ അത് കംപ്ലീറ്റ് ആയി പറയാനായിട്ടുള്ളൊരു സമയം നൽകുക. അവർക്ക് ആത്മവിശ്വാസം കൊടുക്കുക. അവരെ അധികമായി സംസാരിക്കാൻ പ്രേരിപ്പിക്കുക. കാരണം കൂടുതലായും കുട്ടികൾ സംസാരിക്കുമ്പോൾ ഉള്ള ഈ ബുദ്ധിമുട്ട് കാരണം അവർ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ മറ്റു കുട്ടികളുടെ മുന്നേ വെച്ച് ആ കുട്ടിയുടെ വിക്കിനെ പറ്റിയോ മറ്റുള്ളവരുടെ ഒന്നും മുന്നേ വെച്ചിട്ട് അതിനെപ്പറ്റി സംസാരിക്കാതിരിക്കുക. മറ്റു കുട്ടികളുമായി താരതമ്യം ചെയ്യാതിരിക്കുക. സംസാരത്തിൽ ബുദ്ധിമുട്ട് നേരിടുമ്പോൾ ഇത് സാധാരണമാണ്, ചെറിയൊരു വ്യത്യാസം മാത്രമാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുകയും അവരെ വളരെയധികം മുന്നോട്ട് വരാനായിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. കുട്ടികൾക്ക് ഈ വിക്ക് എന്നുള്ളൊരവസ്ഥയെ നേരിട്ട് തന്നെ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യാതെ ചുറ്റുമുള്ള അന്തരീക്ഷത്തെ, അതായത് അധ്യാപകർ, രക്ഷിതാക്കൾ, സിബ്ലിങ്സ് അല്ലെങ്കിൽ കൂട്ടുകാരൊക്കെ എങ്ങനെ അതിനോട് റിയാക്ട് ചെയ്യുന്നു എന്നും അവരെങ്ങനെ സംസാരം മോഡിഫൈ ചെയ്യുന്നു എന്നും ഒക്കെ ചെയ്യുന്നതിനെയാണ് ഇൻഡയറക്റ്റ് തെറപ്പി എന്ന് പറയുന്നത്. എന്നാൽ കുട്ടിയോട് തന്നെ വളരെ ഡയറക്റ്റ് ആയിട്ട് തന്നെ ചില സ്ട്രാറ്റജീസ് യൂസ് ചെയ്ത് ചെയ്യുന്നതിനെയാണ് ഡയറക്റ്റ് തെറപ്പി എന്ന് പറയാം. ഇതിൽ ഏത് തരം തെറപ്പിയാണ് കുട്ടിക്ക് അനുയോജ്യം എന്നത് ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റ് ഒരു ഇവാലുവേഷനിലൂടെയാണ് തീരുമാനിക്കുന്നത്. കേരളത്തിലെ സർക്കാർ സ്വകാര്യ മേഖലകളിലെല്ലാം ഇപ്പോൾ സ്പീച്ച് തെറപ്പി സേവനങ്ങൾ ലഭ്യമാണ്. ഓൺലൈനായും സ്പീച്ച് തെറപ്പി സേവനങ്ങൾ ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ 6 മാസത്തിലധികം ഈ ബുദ്ധിമുട്ട് നിൽക്കുകയാണ് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെക്കൻഡറി ബിഹേവിയേഴ്സ് കാണുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു സ്പീച്ച് തെറപ്പിസ്റ്റിന്റെ ഉപദേശം തേടുന്നത് നല്ലതാണ്. കാരണം എത്രയും നേരത്തെ തെറപ്പി കൊടുക്കാമോ അത്രയും നല്ല ബെനിഫിറ്റ് ആണ് എന്നാണ് സ്റ്റഡീസ് വ്യക്തമാക്കുന്നത്. വിക്കിനെ നിയന്ത്രിക്കുന്നതിൽ മാതാപിതാക്കളുടെ സ്നേഹവും പിന്തുണയും ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു ശക്തിയാണ്. ശരിയായ പിന്തുണയും ക്ഷമയോടുകൂടിയും ശരിയായ സപ്പോർട്ടും നൽകുകയാണെങ്കിൽ വളരെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ സംസാരിക്കാനുള്ള ഒരു ഭാവി നമുക്ക് അവർക്ക് ഉറപ്പാക്കാം.